ചെറായിൽ നിന്നും ചെൽസയിലേക്ക് എന്ന് കേൾക്കുമ്പോൾ തന്നെ മലയാളി ഫുട്ബോൾ ആരാധകർക്ക്, പ്രത്യേകിച്ച് ചെൽസ ഫാൻസിന് ആളെ മനസ്സിലാകും. ഫുട്ബോൾ താരങ്ങളുടെ മാനസിക പരിശീലകൻ വിനയ് മേനോൻ. യോഗ പഠിപ്പിച്ച യോഗിയായ തന്റെ മുത്തച്ഛനിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുള്ള വിനയ് മോഹന്റെ യാത്ര ആരംഭിച്ചത് കേരളത്തിൽ നിന്നാണ്. ആരോഗ്യത്തോടുള്ള, പ്രത്യേകിച്ച് മാനസികാരോഗ്യ രംഗത്തോടുള്ള തന്റെ അഭിനിവേശം തന്നെയാണ് ചെൽസി FC-യിലേക്ക് നയിച്ചതും പ്രീമിയർ ലീഗിന്റെ തന്നെ ആദ്യത്തെ വെൽനസ് കോച്ചായി വിനയ് മേനോനെ മാറ്റിയതും. 2009 ദുബായിലെ ഒരു ആഡംബര ഹോട്ടലിൽ ജോലി ചെയ്യുമ്പോഴാണ് ജീവിതത്തിലെ ആ ട്വിസ്റ്റ് സംഭവിക്കുന്നത്. സെലിബ്രിറ്റികൾക്കും കോടീശ്വരന്മാർക്കുമൊപ്പം ഇടപഴകാൻ അന്നത്തെ ജോലിയും സഹായകരമായി. അങ്ങനെ ചെൽസി FC-യുടെ അന്നത്തെ ഉടമ റോമൻ അബ്രമോവിച്ചിന്റെ ശ്രദ്ധ നേടാൻ ഈ മലയാളിക്ക് സാധിച്ചതിൽ നിന്നാണ് കഥ ആരംഭിക്കുന്നത്. കുടുംബത്തോടൊപ്പം പ്രവർത്തിക്കാൻ അബ്രമോവിച്ച് അദ്ദേഹത്തെ ലണ്ടനിലേക്ക് ക്ഷണിച്ചു. താമസിയാതെ ചെൽസി FC-യുടെ ബാക്ക്റൂം സ്റ്റാഫിലേക്കും വിനയ് മേനോൻ എത്തി. കായിക രംഗത്ത് മുൻകൂർ എക്സ്പോഷർ ഇല്ലാത്ത ഒരാൾക്ക് എലൈറ്റ് ഫുട്ബോൾ ലോകത്തേക്ക് ചുവടുവെക്കുന്നത് അത്ര എളുപ്പമായിരുന്നില്ല. അന്നുവരെ ഫുട്ബോൾ കണ്ടിട്ടില്ലാത്ത ഒരു ഇന്ത്യക്കാരൻ ഒരു വലിയ ക്ലബിൽ പ്രവേശിക്കുന്നു. അതും അന്നുവരെ അധികം കണ്ടിട്ടില്ലാത്ത, എല്ലാവർക്കും പരിചിതമല്ലാത്ത ഒരു റോൾ ഏറ്റെടുക്കേണ്ടി വരുന്നു. അത് അന്ന് അസാധ്യമാണെന്ന് തോന്നിയിരുന്നു എന്നാണ് പല അഭിമുഖങ്ങളിലും വിനയ് മേനോൻ പറഞ്ഞിട്ടുള്ളത്. ചെൽസിയുടെ പ്രിയ താരം ഐവറി കോസ്റ്റിന്റെ മുൻ ഫുട്ബോളർ കൂടിയായ ദിദിയർ ദ്രോഗ്ബയിൽ തുടങ്ങി ഫ്രാങ്ക് ലാംപാർഡ്, ജോൺ ടെറി തുടങ്ങിയ ഇതിഹാസങ്ങളിലൂടെ യോഗ, മനസ്സാന്നിധ്യം, മാനസികക്ഷേമം എന്നിവയോടുള്ള അദ്ദേഹത്തിന്റെ സമീപനം കാലക്രമേണ സ്വീകാര്യത നേടുകയായിരുന്നു. 13 വർഷത്തിലധികം നീണ്ടുനിന്ന ആ സേവനം 2021 ചാമ്പ്യൻസ് ലീഗ് ഉൾപ്പെടെ വിവിധ ട്രോഫികൾ നേടാൻ ചെൽസിക്ക് സാധിച്ചതിന്റെ പിന്നിൽ ഒരു മലയാളിയുടെ സാന്നിധ്യവും നിർണായകമായി. ഒരു കായിക താരത്തെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥ പ്രകടനം വരുന്നത് മനസ്സ്, ശരീരം, ഫോക്കസ് തുടങ്ങിയവയുടെ ബാലൻസിങ്ങിലൂടെയാണെന്നാണ് വിനയ് മേനോന്റെ അഭിപ്രായം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.